ചെങ്കോട്ടയിലെ സ്ഫോടനത്തിന് പിന്നാലെയാണത് ബിഗ് ന്യൂസ് കമ്മിങ് ഇൻ. പാകിസ്ഥാനിലും സ്ഫോടനം ഉണ്ടായിരിക്കുന്നു എന്നാണ് വാർത്ത. ഇസ്ലാമാബാദ് ജില്ലാ കോടതിക്ക് സമീപത്താണ് ഈ സ്ഫോടനം ഉണ്ടായത്. 5 പേർ മരിച്ചു എന്നാണ് പ്രാഥമിക റിപ്പോർട്ട്. ഇന്റർനാഷണൽ ന്യൂസ് ഡെസ്കിൽ നിന്നും ജിഷ്ണു രവീന്ദ്രൻ നൽകുന്നതിന് കൂടുതൽ വിവരങ്ങൾ. ജിഷ്ണു, ഒരുപക്ഷെ നേരത്തെ തന്നെ ഈ ചെങ്കോട്ടയിലെ സ്ഫോടനത്തിന് പിന്നാലെ പാകിസ്ഥാനിലും പലയിടങ്ങളിലുമായി ഇത്തരത്തിൽ ജാഗ്രതാ നിർദ്ദേശം നൽകിയിരുന്നു എന്ന വാർത്തകൾ പുറത്തു വന്നിരുന്നു. ഇപ്പോൾ ഒരു സ്ഫോടനം അവിടെ ഉണ്ടായിരിക്കുന്നു, അതും ജില്ലാ കോടതിക്ക് സമീപമാണ് ഈ സ്ഫോടനം ഉണ്ടായത് എന്നാണല്ലോ വിവരങ്ങൾ. അതിന്റെ കൂടുതൽ വിശദാംശങ്ങൾ ലഭിക്കുന്നുണ്ടോ? പ്രജിൻ, നോക്കൂ, സമാനമായ ഒരു സ്ഫോടനമാണ് പാകിസ്ഥാനിൽ നടന്നത് എന്ന് വേണം നമ്മൾ മനസ്സിലാക്കാൻ. ചെങ്കോട്ടയിൽ നടന്നതിന് സമാനമായ ഒരു സ്ഫോടനമാണ് നടന്നിരിക്കുന്നത്. G11 സെക്ടറിന്റെ ഭാഗത്തായി ഇസ്ലാമാബാദിലെ ജില്ലാ കോടതി അതുപോലെ തന്നെ സെഷൻസ് കോടതികളുടെ സമുച്ചയമെല്ലാം നിലനിൽക്കുന്ന വളരെ തിരക്ക് പിടിച്ച ഒരു സ്ഥലത്താണ് ഈ സ്ഫോടനം നടന്നിരിക്കുന്നത്. ഇത് സമാനമായ ഒരു സ്ഫോടനം എന്ന് പറയാൻ കാരണം പാകിസ്ഥാനിലെ ഈ മേഖലയുടെ ചുമതലയുള്ള DIG ഉൾപ്പെടെയുള്ള ആളുകളിൽ നിന്ന് ലഭിക്കുന്ന വിവരങ്ങളിൽ നിന്ന് മനസ്സിലാക്കുന്നത് നിർത്തിയിട്ടിരുന്ന ഒരു കാറാണ് സ്ഫോടനം ഉണ്ടാക്കിയത്. അതിൽ നിന്നാണ് സ്ഫോടക വസ്തു പൊട്ടിത്തെറിച്ചത് എന്നാണ് ഇപ്പോൾ മനസ്സിലാക്കുന്നത്. അത് മാത്രമല്ല, ഒരു ഗ്യാസ് സിലിണ്ടർ ഈ കാറിനുള്ളിൽ ഉണ്ടായിരുന്നു എന്ന തരത്തിലുള്ള വിവരങ്ങളും പുറത്തു വരുന്നുണ്ട്. അതായത് ഇന്നലെ ചെങ്കോട്ടയിൽ നടന്ന സ്ഫോടനത്തിന് സമാനമായ തരത്തിലൊരു സ്ഫോടനം ഇസ്ലാമാബാദിലും ഉണ്ടായിരിക്കുന്നു എന്ന് പറയുന്നു. 6 മുതൽ 8 പേർ മരിച്ചതായാണ് പ്രാഥമിക വിവരങ്ങൾ വന്നതെങ്കിൽ മരണസംഖ്യ ഉയരുകയാണ്. 12ഓളം മരണം സംഭവിച്ചു കഴിഞ്ഞു എന്ന വിവരങ്ങളാണ് ഇപ്പോൾ നമുക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. അത് സ്ഥിരീകരിക്കപ്പെടേണ്ടതുണ്ട്. 12ഓളം മരണങ്ങൾ എന്ന് പറയുമ്പോൾ അതിൻ്റെ ആഘാതം കൂടി ഇന്ത്യയിൽ ചെങ്കോട്ടക്കടുത്ത് നടന്ന ഈ സ്ഫോടനത്തോടൊപ്പം ചേർത്ത് വായിക്കാവുന്ന തരത്തിലൊരു വലിയ ആഘാതവും അവിടെ ഉണ്ടായിരിക്കുന്നു എന്ന് വേണം നമ്മൾ മനസ്സിലാക്കാൻ. ഇതിന് പിന്നിൽ ആരാണ് എന്ന ചർച്ചകൾ ഇപ്പോൾ പാകിസ്ഥാനിൽ ആരംഭിച്ചിട്ടുണ്ട്. അതുമായി ബന്ധപ്പെട്ട അന്വേഷണങ്ങൾ നടക്കുന്നുണ്ട്. അതിൽ സംശയം ഉള്ളത് എന്ന് പറയുന്നത് ടെഹ്രീക്ക് ഈ താലിബാൻ പാകിസ്ഥാൻ എന്ന് പറയുന്ന പാകിസ്ഥാനി താലിബാൻ സംഘടന, അതായത് അഫ്ഗാനിസ്ഥാന്റെ പിന്തുണയുള്ള താലിബാൻ സംഘടന, പാകിസ്ഥാനിൽ പ്രവർത്തിക്കുന്ന താലിബാൻ സംഘടനയാണ് എന്ന തരത്തിലുള്ള ഒരു നിഗമനത്തിലേക്കാണ് പോലീസ് ഉൾപ്പെടെയുള്ള അന്വേഷണ ഏജൻസികൾ എത്തുന്നത് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അതായത് നേരത്തെ തന്നെ പാകിസ്ഥാനും ഈ താലിബാൻ സംഘടനയുമായി നേരത്തെ തന്നെ വലിയ തോതിലുള്ള അറ്റാക്ക് ഉണ്ടായിരുന്നു. പാകിസ്ഥാൻ ഒക്യുപ്പൈഡ് കാശ്മീരിൽ നേരത്തെ ഈ താലിബാൻ സംഘടനയ്ക്ക് നേരെ വ്യോമാക്രമണം ഉൾപ്പെടെ പാകിസ്ഥാൻ സൈന്യം നടത്തുന്നത് നമ്മൾ കണ്ടതാണ്. അതിൻ്റെ തുടർച്ചയിലാണ് ഇത് എന്ന വിശകലനമാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. എന്നാൽ ഇന്ത്യയിൽ സമാനമായൊരു സ്ഫോടനം നടന്ന തൊട്ടടുത്ത ദിവസം തന്നെ പാകിസ്ഥാനിൽ വളരെയധികം ആളുകളുള്ള ഇതേപോലെ തന്നെ, അതായത് ചെങ്കോട്ടയ്ക്ക് സമീപമുള്ള ചാന്ദിനി ചൗക്കൊക്കെ ഉള്ള സ്ഥലത്ത് ഇത്രയും ആളുകൾ കൂടുന്ന ഒരു സ്ഥലത്ത് ഉണ്ടായ സ്ഫോടനം പോലെ തന്നെ ജില്ലാ കോടതി പരിസരത്ത് അതുപോലെ തന്നെ സെഷൻസ് കോടതികളുടെ സമുച്ചയമെല്ലാം നിലനിൽക്കുന്ന സ്ഥലത്ത് ആളുകൾ നിരന്തരം വന്നു പോകുന്ന, ഒരുപാട് ക്രൗഡ് ഉണ്ടാകുന്ന, ഒരുപാട് ആൾക്കൂട്ടം ഉണ്ടാകുന്ന ഒരു സ്ഥലത്താണ് ഇപ്പോൾ സ്ഫോടനം ഉണ്ടായിരിക്കുന്നത്. സമാനമായ ഒരു പ്രത്യാഘാതമാണ് ഉണ്ടായിരിക്കുന്നത്. അതായത് ഒരു 12ഓളം ആളുകൾ മരിച്ചിരിക്കുന്നു എന്ന വിവരങ്ങൾ ഏറ്റവും ഒടുവിൽ പുറത്തു വരുമ്പോൾ ഇതിൻ്റെ കൂടുതൽ തീവ്രത പുറത്തേക്ക് വരികയാണ്. കൂടുതൽ വിവരങ്ങൾ നമുക്കിനി അതിൽ നിന്നും ലഭിക്കേണ്ടതുണ്ട്. നിലവിൽ അന്വേഷണം ആരംഭിച്ചിരിക്കുകയാണ്. ഇവരുടെ DNA സാമ്പിളുകൾ ഉൾപ്പെടെയുള്ളത് പരിശോധിക്കാനുള്ള തയ്യാറെടുപ്പിലാണ് പോലീസ് ഉൾപ്പെടെയുള്ള ഏജൻസികൾ. അവിടെ നമ്മൾ മനസ്സിലാക്കുന്നത് ഇത് താലിബാനും പാകിസ്ഥാൻ ഭരണകൂടവും തമ്മിലുള്ള തർക്കത്തിൻ്റെ തുടർച്ച എന്ന തരത്തിലുള്ള ഒരു നിഗമനങ്ങളാണ് ഇപ്പോൾ അന്താരാഷ്ട്ര മാധ്യമങ്ങളിലെല്ലാം പുറത്തു വരുന്നത്. എന്നാൽ ഇന്ത്യയിൽ ഇങ്ങനൊരു സ്ഫോടനമുണ്ടായ തൊട്ടടുത്ത ദിവസം പാകിസ്ഥാൻ തലസ്ഥാനത്ത് തന്നെ നോക്കൂ, ഇന്ത്യയുടെ തലസ്ഥാനത്ത് വളരെ പ്രധാനപ്പെട്ട ഒരു കേന്ദ്രത്തിൽ ഈ റെഡ് ഫോർട്ട് പോലെ ഒരു പ്രധാന കേന്ദ്രം സ്ഥിതി ചെയ്യുന്നിടത്ത് ഒരു സ്ഫോടനം നടക്കുന്നു. തൊട്ടടുത്ത ദിവസം പാകിസ്ഥാനിൻ്റെ തലസ്ഥാനമായ ഇസ്ലാമാബാദിൽ പ്രധാനപ്പെട്ട ഒരു കേന്ദ്രത്തിൽ ജില്ലാ കോടതി അതുപോലെ തന്നെ മറ്റ് സെഷൻസ് കോടതികളെല്ലാം ഉൾപ്പെടുന്ന ഒരു G11 സെക്ടറിൽ വലിയൊരു സ്ഫോടനം ഉണ്ടാകുന്നു എന്ന് പറഞ്ഞാൽ ഒരുപാട് സമാനതകൾ നിലനിൽക്കുന്നു എന്നതാണ് ഇതിൽ വളരെ ഞെട്ടിക്കുന്ന ഒരു വസ്തുത. അതുപോലെ തന്നെ എന്നാൽ ഇതിൻ്റെ പിന്നിൽ താലിബാൻ സംഘടനകളാണ് എന്ന ഒരു നിഗമനത്തിലേക്കാണ് പാകിസ്ഥാൻ എത്തുന്നത് എന്നാണ് പ്രാഥമികമായി നമുക്ക് ലഭിക്കുന്ന വിവരങ്ങൾ. പാകിസ്ഥാനിലും സ്ഫോടനം എന്ന വാർത്തയാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. ഇവിടെ ഡൽഹി ചെങ്കോട്ടയിൽ ഉണ്ടായതിന് സമാനമായ രീതിയിൽ ഒരു സ്ഫോടനം, ഒരു കാറ് പൊട്ടിത്തെറിക്കുകയായിരുന്നു എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. പക്ഷേ അതിന് പിന്നിൽ പ്രവർത്തിച്ചവർ ജെയ്ഷെ മുഹമ്മദ് അല്ല, മറ്റൊരു ടീമാണ് എന്ന് പറയുന്നു. പക്ഷേ അതിലൊക്കെ ഒരു വ്യക്തത വരും മണിക്കൂറിൽ മാത്രമായിരിക്കും ഉണ്ടാവുക. എന്തായാലും ഇതിനെ കണക്ട് ചെയ്യുന്ന ഏതെങ്കിലും ഫാക്ടേഴ്സ് ഉണ്ടോ എന്നുള്ള കാര്യങ്ങൾ കൂടി ഒരുപക്ഷെ NIA അന്വേഷിക്കുന്നത് സ്വാഭാവികമാണ്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.